ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം എന്ന് ഞാൻ നിർബന്ധമായി പറയുന്നു. കാരണം 99% ട്രെയിനേഴ്സിനും അതുപോലെ വർക്കൗട്ട് ചെയ്യുന്ന ആളുകൾക്കും എന്താണ് മസിൽസ് ഫങ്ഷന്, എന്താണ് റിയൽ മസിൽസ് എന്ന് പല ആളുകൾക്കും അറിയില്ല. ഇത് പറയാൻ കാരണം ഞാൻ ചില വീഡിയോ കാണുമ്പോൾ അതിൻ്റെ താഴെ പറയാറുണ്ട്, നമുക്ക് ഇന്നർ മസിൽസിന് ഡിഫറെൻറ്റ് പ്രഷർ കൂട്ടാൻ പറ്റും, അതുപോലെ തന്നെ ഒരു മസിൽസ് ഫൈബേഴ്സിൻ്റെ അപ്പറും ഒരു മസിൽസ് ഫൈബേഴ്സിൻ്റെ ലോവറും നമുക്ക് ഡിഫറെൻറ്റ് പ്രഷർ, ഒരു ബിഗ് ഡിഫറെൻ്റ് അല്ല സ്മോൾ ഡിഫറെൻറ്റ് പ്രഷറായിട്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ പല ആളുകളും എന്നെ കളിയാക്കാറുണ്ട്, നിങ്ങൾ ബേസിക് പോലും അറിയില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായത് പല ആളുകൾക്കും എന്താണ് റിയൽ മസിൽസ് എന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം നമുക്ക് ഇന്നർ മസിൽസും ഔട്ടർ മസിൽസും അല്ലെങ്കിൽ അപ്പർ ഫൈബർ ലോവർ ഫൈബർ ഡിഫറെൻറ്റ് പ്രഷർ കൊടുക്കാൻ പറ്റുമോ ഒരു ഫൈബറിൽ നിന്നും എന്നതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾ പഠിച്ച മസിൽസിനെയാണ് ഫസ്റ്റ് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത്. നിങ്ങൾ സർട്ടിഫിക്കറ്റ് എടുക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും പറഞ്ഞു തന്ന മസിൽസ് അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിലൊക്കെ കാണുന്ന മസിൽസുകൾ എന്താണെന്ന് വെച്ചാൽ ഇതാണ് ഒരു മസിൽസ്, ഈ കാണുന്നതാണ് ഒരു മസിൽസ്. ഓക്കെ, ഒരു ഭാഗത്ത് ഒറിജിൻ, ഒരു ഭാഗത്ത് ഇൻസ്റ്റേഷൻ ഉണ്ടാകും. ഈ ഇൻസ്റ്റേഷൻ ടു ഒറിജിനിലേക്ക് അഥവാ ഇൻസ്റ്റേഷൻ ടു ഒറിജിനിലേക്ക് മൂവ് ചെയ്യുമ്പോഴാണ് മസിൽസ് കോൺട്രാക്ഷൻ കൂടുതലാവുന്നത്. എന്നാൽ രണ്ട് ജോയിന്റുകൾ കണക്ട് ചെയ്ത മസിൽസുകൾ ഉണ്ടാവും, എക്സ്പെഷ്യലി ആംസ്ട്രിങ് പോലുള്ള മസിൽസുകൾ. ഇവ രണ്ട് ജോയിന്റുകളുടെ ഇടയിൽ കണക്ട് ചെയ്തത് കൊണ്ട് തന്നെ ഒറിജിൻ ടു ഇൻസ്റ്റേഷനിൽ മൂവ് ചെയ്യാൻ പറ്റും. നമുക്ക് രണ്ട് ഭാഗത്തുനിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത മസിൽസ് കോൺട്രാക്ഷൻ സംഭവിക്കും. ഇതാണ് നിങ്ങൾ പഠിച്ച മസിൽസിന്റെ കോൺട്രാക്ഷൻ എന്ന് പറയുക. പക്ഷെ എങ്ങനെയാണ് മസിൽസ് വർക്ക് ചെയ്യുന്നത്? ഈ മസിൽസ് എന്ന് പറയുക സാർക്കോമേർ എന്നുള്ള ഒരു പോയിന്റ് ഉണ്ട്. ഈ സാർക്കോമേറിന്റെ രണ്ടറ്റത്തും സെഡ് ലൈൻ ഉണ്ട്. ഈ സെഡ് ലൈനിന്റെ ഒരു അറ്റത്ത് സെഡ് ലൈനും ഒരു അറ്റത്ത് സെഡ് ലൈനും ഉണ്ട്. ഈ രണ്ട് സെഡ് ലൈനിന്റെ ഇതിനെ അറ്റത്തേക്ക് പറയുന്നതാണ് സാർക്കോമേർ എന്ന് പറയുന്നത്. ഇതിന്റെ ഉള്ളിൽ, ഈ മസിൽസ് ഫൈബേഴ്സിന്റെ ഉള്ളിൽ ഒരു ആക്റ്റിൻ മയോസിൻ പറഞ്ഞ രണ്ട് സാധനങ്ങൾ ഉണ്ടാവും മസിൽസിനെ കൂടി ചേർക്കാൻ വേണ്ടിയിട്ട്. മസിൽസ് ഈ അറ്റത്തുള്ള സാധനം പുള്ളി ചെയ്ത് കൂടി ചേരാൻ വേണ്ടിയിട്ടുള്ള ആക്റ്റിൻ മയോസിൻ. ഈ ആക്റ്റിനെ മയോസിൻ ഇങ്ങനെ പുള്ളി ചെയ്യും, ഇങ്ങനെ സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ പുള്ളി ചെയ്ത് മസിൽസ് ഉള്ളിലേക്ക് കോൺട്രാക്റ്റ് ആക്കും, ഇങ്ങനെ ടൈറ്റ് ആക്കും. ഇതിനെയാണ് മസിൽസ് കോൺട്രാക്ഷൻ എന്ന് പറയുക. ഓക്കെ, ഇങ്ങനെ ചെയ്യുന്നതിനാണ് മസിൽസ് ഫംഗ്ഷൻ. നിങ്ങൾ പഠിച്ച മസിൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. അഥവാ ഒരു സാക്രോമേറിന്റെ ഉള്ളിൽ ആക്റ്റിൻ മയോസിൻ ഉണ്ടാകും. ഈ മയോസിൻ ആക്റ്റിനെ പുള്ളി ചെയ്യുമ്പോൾ മസിൽസ് കോൺട്രാക്ട് ചെയ്യും. അത് റിലീസ് ചെയ്യുമ്പോൾ മസിൽസ് എസെൻട്രിക് സ്ട്രെച്ചിങ് ആവും എന്നതാണ് പഠിച്ചത്. അതാണ് നിങ്ങൾ പഠിച്ച മസിൽസ് ഫൈബേഴ്സ്. ഓക്കെ, നിങ്ങൾ പഠിച്ചത് വെറും ഈ ഒരു മസിൽസ് ഫൈബേഴ്സ് മാത്രമാണ്. എന്നാൽ എന്താണ് നമ്മുടെ റിയൽ മസിൽസ് ഫംഗ്ഷൻ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നമുക്ക് ഡിഫറെൻറ്റ് പ്രഷർ കൊടുക്കാൻ പറ്റുമോ, ലോവറും അപ്പറും കൊടുക്കാൻ പറ്റുമോ, ഇന്നർ ചെസ്റ്റ് ഔട്ടർ ചെസ്റ്റിനും ഡിഫറെൻറ്റ് പ്രഷർ കൊടുക്കാൻ പറ്റുമോ എന്നതാണ് ഞാൻ ഇനി എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. എന്താണ് റിയൽ മസിൽസ്? നിങ്ങൾ പഠിച്ചത് ഈ ഒരു മസിൽസ് മാത്രമാണ്. ഒരു സെഡ് ലൈന്, ഇവിടെ സെഡ് ലൈന്, ഈ മസിൽസിനെ എങ്ങനെ കോൺട്രാക്ട് ചെയ്യുന്നു. എന്നാൽ റിയൽ മസിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ സാക്രോമേർ എന്ന് പറഞ്ഞൊക്കെയാണെങ്കിൽ ഒരുപാട് 1000 അല്ലെങ്കിൽ 1,00,000 സാക്രോമേർ നമ്മുടെ മസിൽസ് ഫൈബേഴ്സിൻ്റെ ഒരു മസിൽസ് ഫൈബേഴ്സിൻ്റെ ഉള്ളിൽ, അഥവാ ഒരു മസിൽസിൻ്റെ ഉള്ളിൽ 1000 അല്ലെങ്കിൽ ഒരു 1,00,000 അല്ലെങ്കിൽ 50,000 മസിൽസ് കോൺട്രാക്ഷൻ സംഭവിക്കുന്നുണ്ട്. ഈ ഒരൊറ്റ ഇൻസ്റ്റേഷൻ മുതൽ ഈ ഒറിജിൻ വരെ ഒരൊറ്റ മസിൽസ് ഫൈബേഴ്സിൻ്റെ ഉള്ളിൽ ആയിരക്കണക്കിന് മസിൽസ് കോൺട്രാക്ട് സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മസിൽസ് ഏത് ഭാഗത്തു നിന്നാണോ പുള്ളി ചെയ്യുന്നത്, ഈ ഭാഗത്തു നിന്നാണ് പുള്ളി ചെയ്യുന്നതെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരു 1 മീറ്ററുള്ള ബാൻഡ്, ഈ 1 മീറ്ററുള്ള ബാൻഡ് ഞാൻ 2 മീറ്റർ ഈ ഭാഗത്തു നിന്ന് വലിക്കുകയാണെങ്കിൽ ഇതിന് ഏറ്റവും കൂടുതൽ പ്രഷറും വരുന്നത്, സ്ട്രെച്ചിങ് വരുന്നത് ഇതിൻ്റെ 30 to 50 സെൻറ്റിമീറ്ററിൻ്റെ ഇടയിലാണ്. 30-50 സെൻറ്റിമീറ്ററിൻ്റെ ഇടയിലാണ് ഇതിൻ്റെ മെയിൻ ഫോഴ്സ് വരുന്നത്, സ്ട്രെച്ചിങ്ങും എസെൻട്രിക്കും കോൺട്രാക്ഷനൊക്കെ വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ മസിൽസ് ഏത് ഭാഗത്തു നിന്നാണോ വലിക്കുന്നത്, ഈ ഭാഗത്തു നിന്നാണ് വലിക്കുന്നതെങ്കിൽ ഈ ഭാഗത്തായിരിക്കും ഏറ്റവും കൂടുതൽ കോൺട്രാക്ഷൻ സംഭവിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഭാഗത്തു നിന്നാണെങ്കിൽ ഏറ്റവും കോൺട്രാക്ഷൻ സംഭവിക്കുന്നത് ഈ ഭാഗത്തു നിന്നാണ്. ആ പറഞ്ഞു വരുന്നത് ഒരു മസിൽസിൻ്റെ ഫൈബേഴ്സ് എന്ന് പറഞ്ഞാൽ 1000 അല്ലെങ്കിൽ 50,000 60,000 മസിൽസ് കോൺട്രാക്ഷൻ ഇൻഡിവിജ്വലി സംഭവിക്കുന്നുണ്ട്. അഥവാ ഒന്നിവിടെ കോൺട്രാക്ഷൻ സംഭവിക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ അത് കഴിഞ്ഞാൽ ഈ ജോയിൻ്റെ ഉള്ളിൽ, അതുപോലെ തന്നെ ഈ സെഡ് ലൈൻ, ഇങ്ങനെ ഓരോ സെഡ് ലൈനും ഉണ്ട്, സാക്രോമേറുണ്ട്, ഇതിൻ്റെ ഉള്ളിൽ 1000 നടക്കുന്നുണ്ട്. അപ്പം ഏത് ഭാഗത്തു നിന്നാണോ നിങ്ങൾ പുള്ളി ചെയ്യുന്നത്, ഫോഴ്സ് കൊടുക്കുന്നത്, അഥവാ ഇങ്ങനെ വരുന്നത്, അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും മസിൽസിൻ്റെ ഏറ്റവും കൂടുതൽ ഫൈബർ ബ്രേക്ക് ആവുന്നതും മസിൽസ് കോൺട്രാക്ഷൻ സംഭവിക്കുന്നത്. ഫോർ എക്സാമ്പിൾ
എക്സാമ്പിൾ ഇതൊരു ഹാംസ്ട്രിങ് മസിൽസ് ആണ് എന്ന് സങ്കല്പിക്കുക. നിങ്ങൾ ഡെഡ് ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പെൽവിക് ഫ്ലെക്ഷൻ ചെയ്യും. അഥവാ പെൽവിക് ഫ്ലെക്ഷൻ ചെയ്യുമ്പോൾ ഈ ഭാഗത്ത് കൂടുതൽ സ്ട്രെച്ചിങ് വരും, അപ്പർ പാർട്ടിൽ സ്ട്രെച്ചിങ് വരും. അതുപോലെ നിങ്ങൾ സീറ്റഡ് ലെഗുകൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സീറ്റഡ് ലെഗുകൾ ചെയ്യുമ്പോൾ നിങ്ങൾ പെൽവിക് ഫ്ലെക്ഷൻ ചെയ്യും. അപ്പോൾ ഈ ഭാഗത്ത് മസിൽസ് ഓവർ സ്ട്രെച്ചിങ്ങിൽ നിൽക്കും. അതുപോലെ തന്നെ ഇവിടെയാണ് കോൺസെൻട്രേറ്റും എസെൻട്രിക്കും നടക്കുന്നത്, ഈ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് മസിൽസിന്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് ചെസ്റ്റിന്റെ ഫോർ എക്സാമ്പിൾ ഒരു ചെസ്റ്റ് മസിൽസ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു കോൺട്രാക്ഷൻ, ഇവിടെ ഒരു കോൺട്രാക്ഷൻ, ഇങ്ങനെ 1000 കോൺട്രാക്ഷൻ മസിൽ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ ചെസ്റ്റിന്റെ ഇവിടെയാണ് സ്ട്രെച്ചിങ് കൊടുക്കുന്നെങ്കിൽ ഈ മസിൽസിലായിരിക്കും ഏറ്റവും കൂടുതൽ കോൺട്രാക്ഷനും അത് ബ്രേക്ക് മസിൽ സ്റ്റിയറിംഗ് സംഭവിക്കുന്നത്. ഇവിടെയാണോ നിങ്ങൾ കൊടുക്കുന്നെങ്കിൽ ഈ ഭാഗത്തായിരിക്കും. പക്ഷെ ചെറിയ മസിൽ സ്ട്രെച്ചിങ് മാത്രമേ മാറ്റം ഉണ്ടാകുകയോ. എന്നാൽ ഇത് നമുക്ക് ഡിഫറെന്റ് പ്രഷറിൽ കൊടുക്കാൻ പറ്റുമോ. ഫോർ എക്സാമ്പിൾ പഠനം വരെ നടന്നിട്ടുണ്ട്. നമ്മുടെ ഹാംസ്ട്രിങ് മസിൽസിൽ നമ്മൾ ഡെഡ് ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഭാഗത്താണ് കൂടുതൽ സ്ട്രെച്ചിങ് വരുന്നത്, അപ്പർ പാർട്ടിലാണ് കൂടുതൽ മസിൽസിന് ഡാമേജ് സംഭവിക്കുന്നത്. എന്നാൽ നിങ്ങൾ സീറ്റഡ് ലെഗുകൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഈ മസിൽസിന് സ്ട്രെച്ചിങ്ങിൽ നിർത്തുകയും ഇവിടെയാണ് കൂടുതൽ എസെൻട്രിക്കും കോൺസെൻട്രിക്കും നടക്കുന്നത്, നമ്മുടെ നീന്റെ ഭാഗത്ത്. അപ്പോൾ മസിൽസിന് അപ്പർ പാർട്ടും ലോവർ പാർട്ടും ഡിഫറെന്റ് പ്രഷർ നമുക്ക് കൊടുക്കാൻ പറ്റും. അല്ലാതെ ഇതൊരൊറ്റ ആക്റ്റീവ് മയോസിനല്ല, 1000 അഥവാ ലക്ഷക്കണക്കിന് മയോസിൻ ആക്ടിൻ നമ്മുടെ മസിൽസിൽ ഒരു മസിൽസ് ഫൈബേഴ്സിൻ്റെ ഉള്ളിലുണ്ട്. അപ്പം നമുക്ക് ലോവറും അപ്പറും ഒക്കെ ഡിഫറെൻറ്റ് പ്രഷർ കൊടുക്കാൻ പറ്റുമോ ചോദിച്ചു കഴിഞ്ഞാൽ പറ്റും. പക്ഷേ ഇത് ബിഗ് ഡിഫറൻ്റ് അല്ല, സ്മോൾ ഡിഫറൻ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റും. പക്ഷെ കൊടുക്കാൻ പറ്റില്ല എന്ന് സയൻറ്റിഫിക് ആയിട്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ പല ആളുകൾക്കും ഇത് അറിയില്ല. പല ആളുകളും പഠിച്ച മസിൽസ് എന്നത് വെച്ചാൽ ഈ ഒരൊറ്റ മസിൽസ് ആണ്. മയോസിൻ ആക്ടിൻ്റെ ലെവലിൽ കൂടി ചേരുമ്പോൾ മസിൽസ് കോൺട്രാക്ഷൻ ആകുന്നത് സെറ്റ് ലൈൻ. പക്ഷെ ഇങ്ങനെയുള്ള സെറ്റ് ലൈൻ കണക്റ്റഡ് ചെയ്ത 1000 മസിൽസുകൾ സക്രം വരെ കണക്ട് ചെയ്തതാണ് ഒരു മസിൽസ്. അപ്പം പല ആളുകൾക്കും ഇപ്പോൾ ഇത് മനസ്സിലാകുമെന്ന് കരുതുന്നു.